ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ കസിന്റെ ഒരു വെഡ്ഡിംഗ് വ്ളോഗുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ പയ്യനും ചെറുക്കനും ഇവിടെ എത്തിയിരിക്കുകയാണ്. അവരുടെ പേര് സാമിൻ ആൻഡ് മിഥുന. അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഏകദേശം ഒരു വർഷം ആവാൻ പോവുകയാണ്. അപ്പോൾ അതിന്റെ ഇടയിൽ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത ഒരു കസിന്റെ ഒക്കെ കല്യാണം വരുന്നത്. അപ്പോൾ അതെന്തായാലും അടിച്ചു പൊളിക്കാനുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ എല്ലാവരും. അങ്ങനെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. തലേ ദിവസം സാരി ഉടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്, ഞങ്ങൾക്ക് ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഫുഡിന്റെ ആ ഒരു സെക്ഷനിലോട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ മിഥുനയാണ് നമ്മുടെ കസിൻ. ഇനി അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് പോകുന്ന അതേ ചെറുക്കൻ വീട്ടുകാർക്ക് നാരങ്ങ കൊടുക്കുന്ന ചടങ്ങാണ്. അത് ഞാനാണ് ഓർമ്മിപ്പിച്ചത്. അതിനുശേഷം പിന്നെ ഫോട്ടോഷൂട്ടിന്റെ ഒരു കലാപരിപാടിയാണ് നടക്കുന്നത്. ഈ ഒരു കലാപരിപാടി എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇലക്ഷൻ സമയത്ത് സ്ഥാനാർത്ഥിയുടെ അവസ്ഥയാണ്. ആ പെൺകുട്ടിക്കും ചെറുക്കനും അവരുടെ വീട്ടുകാർക്കും ആരെങ്കിലും പരിചയമുള്ളതും ഇല്ലാത്തതുമായ എല്ലാവരെയും നോക്കി ചിരിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു ധർമ്മം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഫാമിലീസ് ഫുൾ ആയിട്ടുണ്ട്. അവരുടെ അച്ഛൻ, അമ്മ, അനിയത്തി, ചേച്ചി, അങ്ങനെ അവരുടെ ഫാമിലി മൊത്തത്തിലുള്ള ഒരു ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കല്യാണം ആകുമ്പോൾ അതിലെ ചെറുക്കനും പെണ്ണുമാണ് കേന്ദ്ര കഥാപാത്രം. അങ്ങനെ ഒരിക്കലുമല്ല, ക്യാമറാമാനാണ് അവിടെ എല്ലാം തീരുമാനിക്കുന്നത്. നമ്മൾ ഇരിക്കണോ, നിൽക്കണോ, കഴിക്കണോ, എപ്പോഴാണ് താലി കെട്ടേണ്ടത് എന്ന് പോലും അവരാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ നമ്മുടെ കസിന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും വന്ന് വളരെ നല്ല രീതിയിൽ നമ്മുടെ തലേ ദിവസം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഇടയിൽ തന്നെ കുറച്ച് ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. കല്യാണ പെണ്ണൊക്കെ ചേർന്ന് നല്ല രീതിയിലൊരു ഡാൻസ് സെറ്റപ്പ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് ഫോട്ടോഷൂട്ടുകൾ കാര്യങ്ങൾ നമ്മൾ നമ്മുടേതായ രീതിയിൽ എടുക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഇത് നമ്മുടെ അച്ചാച്ചനും അമ്മാമ്മയാണ്. അപ്പോൾ എല്ലാവരും വളരെയധികം ഹാപ്പി ആയിട്ടുള്ള ഒരു ടൈമാണിത്. എങ്കു പോത്തോലി ഇത് മറ്റാരുമല്ല, എന്റെ ബ്രദറാണ് കൊച്ചുമോൻ. എവിടെ അവൻ? നോക്കട അവിടെ. കണ്ടുപിടിച്ചു. അങ്ങനെ കല്യാണ പെണ്ണിന്റെ ഒറ്റയ്ക്കുള്ള ഫോട്ടോഷൂട്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. വളരെ കൂൾ ആയിട്ടുള്ള ബ്രൈഡ് ആയിരുന്നു. കാരണം ക്യാമറമാൻ എന്ത് പറഞ്ഞാലും അതിൽ കുറച്ചുകൂടെ എക്സ്ട്രാ വെഡൽ ചെയ്യാനുള്ള റെഡി ആയിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ കല്യാണ പെണ്ണിനെ സൈഡ് ആക്കിക്കൊണ്ട് കല്യാണ പെണ്ണിന്റെ അനിയത്തിയുടെ ഫോട്ടോഷൂട്ടാണ് ഇനി കാണുന്നത്. നല്ലൊരു ലഹങ്ക ആയിരുന്നു, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഡ്രസ്സ് മാത്രമല്ല, അവിടുത്തെ ഫുൾ ഡെക്കറേഷനും അതുപോലെ ഫുഡും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡെക്കറേഷനാണ്. ലൈറ്റിങ് കാര്യങ്ങൾ, എൻട്രൻസ് തൊട്ട് ആ ഒരു സൂപ്പർ ആയിരുന്നു. നല്ലൊരു ഒരു വൈബ് തോന്നുന്ന രീതിയിലായിരുന്നു. ഡാൻസ് കൂടെ വന്നപ്പോൾ അത് കുറച്ചുകൂടെ കൂടി. എങ്ങനെയെങ്കിലും നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഡേ 1 അവസാനിച്ചിരിക്കുകയാണ്. എ ന്യൂ ചാപ്റ്റർ ബിഗിൻസ് ടുഡേ. വെൽക്കം ടു ദ വെഡിങ് ഡേ ഓഫ് സാമിൻ ആൻഡ് മിഥുന. അങ്ങനെ നമ്മുടെ നവവധു വളരെ ഭംഗിയായി സുന്ദരിയായി നേരത്തെ തന്നെ ഒരുങ്ങി റെഡിയായിട്ട് വന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും അവരുടെ പുതിയ വേഷങ്ങൾ അണിഞ്ഞ് വളരെ സുന്ദരി തരുണിമണികളായി വന്നിരിക്കുകയാണ്. ഞാനും ഒട്ടും കുറച്ചില്ല. ഞാനൊരു മലയാളി മങ്ക അല്ലെങ്കിൽ ഒരു കുലസ്ത്രീ പോലെ സാരി കൊടുത്ത് റെഡിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അടുത്തതായിട്ടുള്ള സെക്കൻഡ് ഡേയിലെ ഒരു ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അവരുടെ കളർ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ബ്രൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ ക്ലാസ് ആയിട്ടുള്ള ഒരു ക്രീം കളർ. അതിൻ്റെ ഒരു കോമ്പിനേഷൻ സൂപ്പർ ആയിരുന്നു. അവർ ഫാമിലി മൊത്തത്തിലുള്ള ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മളും കുറച്ച് സെൽഫി വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ കസിൻസ് ആണ്. അപ്പോൾ അവരെയൊക്കെ ഞാൻ അവിടെ വെച്ചാണ് കൂടുതൽ പരിചയപ്പെടുന്നത്. നമ്മൾ ഇതുപോലുള്ള ചടങ്ങുകളിലാണല്ലോ ബന്ധുക്കളെയൊക്കെ നമുക്കൊക്കെ നന്നായിട്ട് പരിചയപ്പെട്ട് സംസാരിക്കാനൊക്കെ പറ്റുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ സ്വീകരണത്തിന്റെ സമയമാണ്. ചെറുക്കനെ നമ്മൾ സ്വീകരിച്ച് കൊണ്ടുവരേണ്ട ഒരു സമയത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ കല്യാണം നടക്കുന്നത് മറ്റെവിടെയല്ല, നമ്മുടെ സ്വന്തം നഗരൂർ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിലാണ്. അപ്പോൾ എല്ലാവരും ചടങ്ങിന്റെ തിരക്കിലാണ്. എല്ലാവരും ചെറുക്കനെ സ്വീകരിക്കാനായിട്ട് ഉള്ള ഒരു തിരക്കും കാര്യങ്ങളിലാണ്. അങ്ങനെ എല്ലാവിധ ചടങ്ങുകളോടും കൂടി നമ്മുടെ വരനെ എല്ലാവരും കൂടി സ്വീകരിച്ച് നമ്മുടെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരികയാണ്. മണ്ഡപവും എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത്. ലൈറ്റിങ്ങും അതുപോലെ തന്നെ അതിലെ പൂത്തിരി സംഭവങ്ങളെല്ലാം. ഈ ഒരു ക്യാമറാമാൻ എന്താണെന്നറിയില്ല, ഞങ്ങളുടെ കോംബോ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ പുറകെ നടന്ന് വീഡിയോ എടുക്കായിരുന്നു. താഴെ സ്വീകരണ സമയത്തും നമ്മുടെ വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് അമ്മ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് എൻ്റെ മൊത്തത്തിലുള്ള ഫൈനൽ ലുക്ക്. ഞാൻ സാരി എടുത്ത് നിൽക്കുന്ന കുടുംബിനി. അതിനുശേഷം പെൺകുട്ടിയുടെയും ചെറുക്കൻ്റെയും ഫോട്ടോഷൂട്ടാണ്. അവരവിടെ ഒളിച്ചു നിന്ന് ഫോട്ടോഷൂട്ട് എടുക്കുന്ന നമ്മൾ ഒപ്പിയെടുത്തതാണ്. പിന്നെ കല്യാണത്തിന്റെ ഒരു മുഹൂർത്ത സമയം അടുത്തിരിക്കുകയാണ്. എല്ലാവരും എത്തിച്ചേർന്നു. താലപ്പൊലി വിളക്കിന്റെ അകമ്പടിയോടുകൂടി പെൺകുട്ടി മണ്ഡപത്തിലേക്ക് കയറി വരാനായിട്ട് വരികയാണ്. ആ സമയത്തുള്ള ഒരു പാട്ടുണ്ട്. അത് നമുക്ക് കോപ്പിറൈറ്റ് ആവുന്നുള്ളതുകൊണ്ട് ഇടാൻ പറ്റത്തില്ല. പക്ഷെ ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് കല്യാണം കഴിക്കാൻ തോന്നും. അത് എന്താണെന്നറിയില്ല, എല്ലാ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരു അഡിക്ഷൻ ആയിട്ടുള്ള ഒരു പാട്ടാണല്ലോ. അപ്പോൾ ആ ഒരു ഡ്രീമി ആയിട്ടുള്ള ആ ഒരു മൊമെന്റിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ വധു വന്നുകൊണ്ടിരിക്കുന്നത്. പാട്ട് ഏതാണെന്ന് ഞാൻ പറയാതെ തന്നെ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഒരു വിവാഹ സമയത്ത് ഉള്ള ഒരു പാട്ട്. അപ്പോൾ നമ്മുടെ വരൻ ഇവിടെ വധുവിനെ കാത്ത് മണ്ഡപത്തിൽ ഇരിക്കുകയാണ്. ആ കാത്തിരിപ്പിന് വിരാമമായി നമ്മുടെ വധു മണ്ഡപത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സീറ്റ് ആയി പോയത് കൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് വീഡിയോ കുറച്ചൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇങ്ങനെയുള്ള സ്ക്രീനിലൊക്കെ കുറച്ച് കാണാവുന്നതാണ്.
അങ്ങനെ താലപ്പൊലിയും വിളക്കിന്റെ ദീപ്തിയുമായി മിഥുന മണ്ഡപത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വിവാഹത്തിന് തൊട്ടു മുമ്പുള്ള ഈ ഒരു നിമിഷം മണ്ഡപത്തിലെ തിരക്കുകളും ശബ്ദങ്ങളും എല്ലാം ഒരു നിമിഷം നിശബ്ദമാകുന്നു. ഹൃദയം അല്പം വേഗത്തിലിടിക്കുന്നു. ശ്വാസം ഒരു നിമിഷം തങ്ങി നിൽക്കുന്നു. ഇതുവരെ കണ്ട എല്ലാ സ്വപ്നങ്ങളും ഇനി ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു വാഗ്ദാനമായി മാറുന്ന സമയമാണ്. ചുറ്റുമുള്ളവരുടെ പ്രാർത്ഥനകളും ആശംസകളും അനുഗ്രഹങ്ങളായി ഒഴുകി ഇപ്പോൾ സാമിനും മിഥുനയും വിശുദ്ധ വിവാഹത്തിലേക്ക് കടക്കാൻ തയ്യാറാവുകയാണ്. ഇനി ഓരോ നിമിഷവും ഒരുമിച്ച് പങ്കിടാനുള്ള ഒരു പുതിയ ജീവിതം ഇവിടെ ആരംഭിക്കുകയാണ്. വേദമന്ത്രങ്ങളുടെ പുണ്യനാദങ്ങൾക്കിടയിൽ അഗ്നിയെ സാക്ഷിയാക്കി കുടുംബങ്ങളുടെയും ബന്ധുക്കളുടെയും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും കൂടി ഇപ്പോൾ സാമിനും മിഥുനയും വിവാഹബന്ധത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നു മുതൽ സന്തോഷവും ദുഃഖവും വിജയങ്ങളും വെല്ലുവിളികളും ഒരുപോലെ പങ്കുവെച്ച് കൈകോർത്ത് മുന്നോട്ട് പോകുന്ന ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാണിത്. അപ്പോൾ സ്നേഹവും വിശ്വാസവും പരസ്പര ബഹുമാനവും എന്നും നിങ്ങളുടെ കുടുംബ ബന്ധത്തിന്റെ അടിത്തറയാകട്ടെ. സാമിനും മിഥുനയ്ക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിവാഹാശംസകൾ നേരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് സീരിയസ് ആയതിനു ശേഷം വീണ്ടും പഴയ ഒരു മൂഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ അടിച്ചുപൊളി കല്യാണം അവിടെ നടന്നു. അതിന്റെ ഇടയിൽ ഇതാ ഒരു പുതിയൊരു അതിഥി എത്തിയിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, മലയാളത്തിന്റെ പ്രിയ നടനായ ജയന്റെ മകൻ എന്നറിയപ്പെടുന്ന മുരളി ജയനാണ്. അങ്ങനെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മുരളി ജയന്റെ കൂടെ സെൽഫി ഒക്കെ എടുത്ത ശേഷം നമ്മൾ ചെറുക്കന്റെ പെണ്ണിന്റെ കൂടെയുള്ള സെൽഫി വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പോവാണ്. ഇതാണ് എന്റെ ഫാമിലി. എന്റെ വീട്ടിൽ നിന്ന് വന്ന എന്റെ ഫാമിലീസ് ആണിത്. എന്റെ വല്യമ്മ, ചേച്ചി, അമ്മ, അച്ഛൻ, അങ്ങനെ എല്ലാവരും. ഞങ്ങൾ കുറച്ച് യോയോ ഫാമിലിയൊക്കെയാണ്. ഞങ്ങൾ യോ വെച്ചതിന് ശേഷം എന്റെ ഭർത്താവ് സാരിയൊക്കെ ഒരു സുന്ദരിയായിട്ട് ഒരു പൂവൊക്കെ കൊണ്ട് തന്നിരിക്കുകയാണ്. ആ പൂവൊക്കെ വാങ്ങിച്ച് ഞാൻ നേരെ പോകുന്നത് സദ്യ കഴിക്കാനാണ്. ആ സമയത്ത് ലാസ്റ്റ് പന്തിയായിരുന്നു. കാരണം നമ്മുടെ എല്ലാ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് അർമാദിച്ച് സംസാരിച്ചൊക്കെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ലേറ്റായി. അപ്പോൾ ആ ഒരു ടൈം എന്ന് പറയുന്നത് പെണ്ണും ചെറുക്കനും ഒക്കെ സദ്യ കഴിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. പെണ്ണിന്റെ അമ്മ, അതായത് നമ്മുടെ മിനിയാമിക്ക് ഫോൺ തറയിൽ വെക്കാനുള്ള സമയം പോലും ഇല്ല ഫുഡ് കഴിക്കുമ്പോൾ പോലും. അങ്ങനെ ലാസ്റ്റ് പെണ്ണ് ഇറങ്ങുന്ന ടൈമാണ്. നമ്മുടെ വധു എല്ലാവരോടും യാത്രയൊക്കെ ചോദിച്ച് ഇറങ്ങുന്ന ഒരു ടൈമാണ്. എനിക്ക് ആരെങ്കിലുമൊക്കെ കരഞ്ഞാൽ അപ്പോഴേ നീ കരച്ചിൽ വരും. എൻ്റെ കല്യാണത്തിന് ഞാൻ കരച്ചിൽ പിടിച്ചു നിർത്തിയത് അതൊക്കെ കൊണ്ടാണ്. തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു ചടങ്ങൊക്കെ സാധാരണ ഞാൻ ഒഴിവാക്കാറാണ് പതിവ്. അങ്ങനെ എല്ലാവരും ഒക്കെ യാത്ര പറയാണ്. ഈ ഒരു കരച്ചിൽ എന്ന് പറയുന്നത് ഒരു സന്തോഷവും ഒരുപാട് നാളത്തെ കാത്തിരിപ്പും അതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു യാത്രയപ്പാണ്. ഇപ്പൊ ഈ ഒരു വരൻ തന്നെയാണ് ആ ഒരു വണ്ടി ഓടിച്ചു പോകുന്നത്. അത് ഒരു കൗതുകമേറിയ ഒരു കാര്യം തന്നെയായിരുന്നു. ശരിക്കും അങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എനിക്കൊരു ആശ്വാസമായ സാരിയൊക്കെ ഒന്ന് മാറ്റിയപ്പോൾ അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് മറുവീട് ആ ഒരു ചടങ്ങിലേക്കാണ്. ഞങ്ങൾക്ക് മറുവീട് എന്ന് പറയുന്നത് വളരെ നല്ലൊരു യാത്രയായിരുന്നു. നല്ല ദീർഘദൂരം ഉണ്ടായിരുന്നു. ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്താണ് നമ്മൾ എത്തിയത്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തി എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് വീക്ഷിക്കുകയാണ്, വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തള്ളിക്കയറും നമ്മൾ ഓഡിറ്റോറിയത്തിന്റെ അകത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. അകത്ത് പ്രവേശിക്കാൻ ഇത്രയും കൂമ്പാരങ്ങൾ കടക്കണം. അങ്ങനെ നമ്മൾ കെട്ടിച്ചു വിട്ട പെണ്ണിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാം ഒരു ചടങ്ങാണല്ലോ. അങ്ങനെ എല്ലാവരും ചേർന്ന് പെണ്ണിനെയും ചെറുക്കനെയും കാണുന്നു, സംസാരിക്കുന്നു. നമ്മളും വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുന്നു. നമ്മളെ തന്നെ അങ്ങോട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഐ ആം ഡാം ഷുവർ നമ്മൾ ആരെയും ഇവർക്ക് രണ്ടുപേർക്കും ഓർമ്മ കാണില്ല. എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നീട് നമുക്ക് പരിചയപ്പെടാൻ പറ്റും. അങ്ങനെ അതാ വരുന്നു സരിതമാമി. അങ്ങനെ സരിതമാമിയും എൻ്റെ അമ്മായിയമ്മ, അതായത് സരിതമാമിയുടെ നാത്തൂനും ചേർന്ന് തിരിഞ്ഞു നിന്നുള്ള ക്യാറ്റ് വാക്കാണ് നിങ്ങളാ കാണുന്നത്. അങ്ങനെ എല്ലാ ചടങ്ങുകളും ഫംഗ്ഷനുകളെല്ലാം കഴിഞ്ഞു. സാമിന്റെയും മിഥുനയുടെയും നമ്മുടെ വെഡിങ് വ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.